ചേച്ചി, പഞ്ചായത്തിന്റെ സായുജ്യം പദ്ധതിയിലൂടെയാണല്ലോ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. അപ്പൊ ഈ പദ്ധതിയെക്കുറിച്ചും നിങ്ങളുടെ വിവാഹത്തെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാവോ? അത് ഞാൻ പിണറായി പഞ്ചായത്തിൽപ്പെട്ടതായിരുന്നു. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ആലോചന വന്നു. അപ്പോൾ പിണറായി പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു സായുജ്യം പദ്ധതിൻ്റെ ഒരു വിവാഹത്തിൻ്റെ ഇതുണ്ട്. അങ്ങനെ എല്ലാം തമ്മാമിൽ കണ്ടു, എല്ലാം സംസാരിച്ചു. അപ്പോൾ അവർ വീട്ടിൽ വന്നെല്ലാം സംസാരിച്ച് അപ്പോൾ അവർ ആദ്യത്തെ പ്രോജക്റ്റായിട്ട് ഫസ്റ്റിലെ കല്യാണം നമ്മുടെ നാട്ടിലെത്തി. ഈ ജാതിയും മതവും ഈ ചട്ടക്കൂട്ട് നിൽക്കുന്നവർ അതെല്ലാം ലംഘിച്ചിട്ട് വന്നിട്ട് സ്വതന്ത്രമായിട്ട് ചിന്തിച്ചിട്ട് ഇങ്ങനെ വരുന്ന നല്ല കാര്യം ഞാൻ പറയുന്നു. ചില സംബന്ധിച്ച കാര്യമെല്ലാം നമ്മളിങ്ങനെ സ്റ്റേജിലെല്ലാം എന്നിട്ട് അങ്ങനെ കാലപ്രസംഗം നടത്തും. പക്ഷെ എന്നാലും അവരുടെ സ്വന്തം കാര്യം വരുമ്പോൾ പറയും ജാതി മാറ്റമാണെങ്കിൽ അവർക്ക് എപ്പോഴും ഉൾവരുണ്ടാവും. ഇതങ്ങനെ ഒന്നും ചെയ്യില്ല. ഇതിപ്പോൾ എപ്പോഴും നല്ലൊരു കാര്യം. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ജാതിയോട് മാത്രമല്ല, അങ്ങനെ ഒരു കാഴ്ചപ്പാട് കാണാതെ പരസ്പരം സ്നേഹിക്കാൻ മുന്നോട്ട് ഇറങ്ങി വരുന്ന ഏറ്റവും നല്ല കാര്യമാണ്. ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പിണറായി പഞ്ചായത്ത് സായുജ്യം പദ്ധതി ആസൂത്രണം ചെയ്തത്. കുടുംബശ്രീ യൂണിറ്റുകൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹായത്തോടെയാണ് 35നും 50നും ഇടയിൽ പ്രായമുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള സ്ത്രീകളെ പഞ്ചായത്ത് കണ്ടെത്തുന്നത്. ഇതിനോടകം 150ഓളം സ്ത്രീകൾ ഈ പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. 3 വിവാഹങ്ങൾ ഇതിനോടകം സായുജ്യം പദ്ധതി പ്രകാരം നടന്നുകഴിഞ്ഞു. തലശ്ശേരി ബ്ലോക്കിലെ 9 പഞ്ചായത്തുകളിലേക്കും തണൽമരങ്ങൾ ലഭ്യമാക്കുന്നതിനു വേണ്ടി പിണറായി പഞ്ചായത്ത് സ്ഥാപിച്ച നഴ്സറിയാണ് കാണുന്നത്. 3 മാസങ്ങൾക്ക് മുമ്പാണ് ഈ നഴ്സറി ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമാണ് ഈ നഴ്സറിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കുമിൾ, വേങ്ങ, മഹാഗണി, തേക്ക്, കണിക്കൊന്ന, നെല്ലി, ഊങ്ങ്, ആര്യവേപ്പ്, ചമത, മന്ദാരം എന്നിങ്ങനെ പല തൈകളും ഈ നഴ്സറിയിലുണ്ട്. സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും 35,000 തൈകളാണ് ഈ നഴ്സറിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഉപ്പുവെള്ളമാണ് പിണറായി പഞ്ചായത്തിലെ ഒട്ടുമിക്ക ഭാഗത്തുമുള്ളത്. അതുകൊണ്ട് തന്നെ 13 ക്രോസ് ബാറുകൾ പഞ്ചായത്തിന്റെ പല ഭാഗത്തായി സ്ഥാപിച്ചിട്ടുണ്ട്. കൃഷിയിടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കടക്കാതിരിക്കുവാൻ ഈ ക്രോസ് ബാറുകൾ സഹായിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 5ഓളം പുതിയ തടയണകൾ നിർമ്മിക്കുകയും നിലവിലുള്ള പലതും പഞ്ചായത്ത് നവീകരിക്കുകയും ചെയ്തു. ആകെ 60 തടയണകൾ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായുണ്ട്. സമ്പൂർണ്ണ ശുചിത്വത്തിന്റെ ഭാഗമായി 5 വർഷത്തിനുള്ളിൽ 20ഓളം കുടിവെള്ള പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കിയത്. 5 വർഷമായി ലോറിയിൽ വെള്ളം എത്തിക്കുന്ന രീതി ഈ പഞ്ചായത്തിൽ ഇല്ല. എല്ലാ സ്കൂളുകളിലും അംഗൻവാടികളിലും വീടുകളിലും കക്കൂസ് നിർമ്മിച്ചതും സമ്പൂർണ്ണ ശുചിത്വത്തിന്റെ ഭാഗമായി തന്നെയാണ്. മണ്ണിര കമ്പോസ്റ്റുകൾ എല്ലാ വീട്ടിലും നിർബന്ധമാക്കിയ ആദ്യ പഞ്ചായത്ത് കൂടിയാണ് പിണറായി. മണ്ണിര കമ്പോസ്റ്റിലെ ജൈവവളം ഉപയോഗിച്ച് കൃഷി മെച്ചപ്പെടുത്തിയ പല കർഷകരും പിണറായിയിലുണ്ട്. പിണറായി പഞ്ചായത്ത് 2 വർഷം മുമ്പ് തുടങ്ങിയ PSC ട്രെയിനിംഗ് സെന്ററാണിത്. ഈ നാട്ടിലെ അഭ്യസ്ത വിദ്യരായ ആളുകൾക്ക് സൗജന്യ PSC ട്രെയിനിംഗ് ഇവിടെ ലഭിക്കുന്നു. ഒരു പ്രവേശന പരീക്ഷയിലൂടെയാണ് ഒരു ബാച്ചിലേക്കുള്ള 35ഓളം ആളുകളെ ഈ സെന്ററിലേക്ക് കണ്ടെത്തുന്നത്. 90% ഈ സെന്ററിന്റെ വിജയനിരക്ക്. ഇപ്പോൾ എരുവട്ടി എന്ന സ്ഥലത്തും ഇതുപോലെ ഒരു സെന്റർ പഞ്ചായത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോ വികസന ദൃശ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ ജഡ്ജസിന് ഇവരോട് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. RVG മാഷെ, വളരെ കൗതുകകരമായ ഒരു പ്രോജക്റ്റാണ്. എനിക്കൊന്ന് കേരളത്തിലെ, ലോകത്തിലാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവാഹം നടത്തിക്കൊടുക്കപ്പെടും. ഈ വധൂവരന്മാരെ അവര് പരസ്പരം കണ്ടെത്തി വരികയാണെങ്കിൽ നമ്മൾ വിവാഹം നടത്തിക്കൊടുക്കുകയാണോ അതോ വരനെ കണ്ടെത്താൻ സഹായിക്കുമോ? ആദ്യം നമ്മൾ ഇതിനായിട്ട് ഒരു ലഘുലേഖ അടിച്ചിറക്കി അത് കുടുംബശ്രീ മുഖാന്തരം സന്നദ്ധ സംഘടന മുഖാന്തരം വീടുകളിലെത്തിച്ചു. വീടുകളിലെത്തിച്ചപ്പോ ആളുകൾ ബയോഡാറ്റ, ഫോട്ടോ അടക്കം വനിതകൾ കൊണ്ടുവന്നു. അങ്ങനെ 155 വനിതകളാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പോ വനിതകൾ കൊണ്ടുവന്നു. അപ്പോ ഇത് നല്ല നിലയിൽ പത്രത്തിലും പിന്നെ ഇങ്ങനെ നടത്തുന്ന പരിപാടി കൊടുത്തതിന് ശേഷം മറ്റ് ജില്ലകളിൽ നിന്നാണ് ഭർത്താക്കന്മാർ, വരന്മാർ വന്ന്. ഇത് കൊട്ടിയൂരിലെ ആളാണ് ഫസ്റ്റ് കഴിച്ചത്. അവര് വന്ന് അന്വേഷിച്ചു, ബയോഡാറ്റ കൊടുത്തപ്പോ അയാൾക്ക് ഈ പെണ്ണിനെ കണ്ടപ്പോ നേഴ്സാണ്,
അവളിപ്പം ജോലി പോലും ചെയ്യാത്ത ഇയാളെ കൂടെ അങ്ങ് അമ്പായത്തോട് കഴിയുക. സ്ത്രീകൾക്കാണ് രജിസ്റ്റർ ചെയ്യാൻ സ്ത്രീകൾക്ക് പറ്റും. പിണറായി പഞ്ചായത്തിലെ മാത്രം സ്ത്രീകൾക്ക് വെച്ച പിണറായി പഞ്ചായത്തിലെ സ്ത്രീകൾക്കേ പറ്റൂ. പക്ഷെ മറ്റു പഞ്ചായത്തിലെ സ്ത്രീകൾക്ക് ഇത് പറ്റില്ല. മറ്റു പഞ്ചായത്തിലെ പുരുഷന്മാർക്ക് ഇത് ഇവിടെ വന്ന് കല്യാണം കഴിച്ചുകൊണ്ടാവും. ഇങ്ങോട്ട് വരാം. ജാതി മത അതീതമാകണം. ജാതി മത അതീതമായിട്ട് നമ്മൾ ആകണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. എന്തെങ്കിലും പഞ്ചായത്തിന്റെ വക കൊടുക്കണമെന്ന് ആഗ്രഹം നമുക്കുണ്ട്. പക്ഷേ DPC അംഗീകാരം തരൂല. പദ്ധതി പണവും എടുക്കാൻ പറ്റില്ല, തനത് ഫണ്ട് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് വൈസിൽ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് വരും എന്നുള്ളൊരു തോന്നിച്ച ഇപ്പൊ നമ്മൾ നടത്തുന്നത് സന്നദ്ധരോട് ആയിട്ടാണ്. അതായത് മലബാർ ഗോൾഡിൽ പോയപ്പോ 2 പ്രാവശ്യം നമുക്ക് സ്വർണ്ണം മോതിരം തന്നു. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സും തുണിഷാപ്പുകാർ തന്നു. അപ്പൊ ഇനിയും ഭാവിയിൽ ഉണ്ടെങ്കിൽ അവര് വളരെ അഭിനന്ദിക്കുക. കൊള്ളാം, നല്ല കാര്യം തന്നെ. അതിനോടൊപ്പം എനിക്കൊരു സജഷൻ കൂടിയുണ്ട്. എനിക്കൊരു നിർദ്ദേശമുള്ളത്, ഈ വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന എന്തെങ്കിലും പദ്ധതി കൂടെ. അതിന് DPC ഒബ്ജക്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കി അത് നേരിടുന്നതിന് അവരുടെ കൂട്ടായ്മ സൃഷ്ടിക്കുക. അവർ തീരെ വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് ഒന്നിച്ച് അത് എനിക്ക് നിർദ്ദേശിക്കാൻ നന്നായിരിക്കും തോന്നുന്നു. ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് പഞ്ചായത്തില്? മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ അവസ്ഥ നേരത്തെ സൂചിപ്പിച്ച CHC-യുമായി ബന്ധപ്പെട്ടപ്പോ ഏറ്റവും കൂടുതൽ ജലജന്യ രോഗങ്ങൾ ഈ വെള്ളത്തിലൂടെയാണ് വരുന്നതെന്ന് കണ്ടു. അതായത് സർവേ നടത്തിയപ്പോ അങ്ങനെ കണ്ടപ്പോ അതില് മഞ്ഞപ്പിത്തം, കോളറ അത് കണ്ടപ്പോഴാണ് സർവേ നടത്തി നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് ആ സർവേയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് എന്നിട്ട് കണ്ടുപിടിച്ചതാണ് 575ഓളം വീട്ടിന് ആളുമറയില്ല, അതുകൊണ്ട് മലിനജലം കിണറ്റിലേക്ക് പോകുന്നുവെന്ന്. അപ്പൊ ആളുമറ അത്തരം ആളുകൾക്ക് മുഴുവനും ആളുമറ കൊടുത്തു. മാത്രമല്ല പിന്നെ അതിനുശേഷം ചെയ്തിട്ടുള്ളത് ഈ ആളുമറയും കൊടുത്തു. പിന്നെ നമ്മൾ കണ്ടെത്തിയത് എന്താ, ഒരുപാട് വീട്ടുകാർക്ക് കക്കൂസില്ല എന്നുള്ളത്, പുറം വെളിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ വീട്ടുകാർക്കും 3000-ഓളം 2500 മേലെ വീട്ടുകാർക്ക് കക്കൂസും വെച്ചു. എല്ലാ വീട്ടിലും കക്കൂസുണ്ട്. സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പ്രസിഡന്റിന്റെ അഭിപ്രായം എന്താണ്? സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ. വിവിധ പദ്ധതികളുണ്ട്, റെഡിമെയ്ഡ് യൂണിറ്റുകൾ ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെ ഒരുപാട് തൊഴിലാളികൾ കുറെ പേര് ജോലിയിൽ ഇല്ലാതെയൊക്കെ ആയില്ലേ, അവരെങ്ങനെയാണ് അത് അത്തരം ആളുകൾക്കാണ് പിക്കോസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. കേരള ഗവൺമെന്റ് അക്രഡിറ്റഡ് സ്ഥാപനമായിട്ട് ഇന്ന് പ്രവർത്തിക്കുക. അതായത് റോഡ് പണിയെടുക്കുന്നുണ്ട്, ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടല്ലോ കേരളത്തിലേക്ക് വേണ്ട KSEB-ന്റെ, ആ പോസ്റ്റ് നിർമ്മാണം മുതൽ ഫർണിച്ചർ മുതൽ കുറെ സ്ഥാപനങ്ങളതാണ് ഈ പിക്കോസ് എന്ന് പറയുന്നത്. ഏകദേശം ഇപ്പൊ ഒരു 450-500 മേലെ ആളുകൾ അവിടെ പണിയെടുക്കും. ഈ ദിനേശ് മേഖലയിലെ തൊഴിലാളികളെല്ലാം ആണുങ്ങൾ പുരുഷന്മാർ മുഴുവൻ പോയത് റോഡ് പണിക്കും ഈ സ്ഥാപനത്തിലേക്കുമാണ്. സ്ത്രീകൾ ഇന്നും ദിനേശ് പിടിക്കകത്തുണ്ട് മാഡം. ഞാൻ ശാക്തീകരണത്തെ കുറിച്ച് ചോദിച്ചത് വിവാഹത്തിന് ഒരു പ്രധാന കാര്യമായി പറഞ്ഞിട്ട് നഴ്സായിരുന്ന ഒരു സ്ത്രീ ജോലി ഉപേക്ഷിച്ച് വിവാഹത്തിലേക്ക് പോയത് ഒരു വലിയ കാര്യമായിട്ട് അവതരിപ്പിച്ചതുകൊണ്ട് ചോദിച്ചതാണ്. സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കാത്ത ഒരു സ്ഥലമാണ് പൊതുവെ പിണറായി എന്ന് ഒരു ശ്രുതിയുണ്ട്. നോനോ മേഡം, വികസനത്തെ അതെങ്ങനെ ബാധിക്കുന്നുവെന്ന്. ഏറ്റവും നല്ല സമാധാനപരമായ ഒരു കേസില്ലാത്ത പഞ്ചായത്താ പിണറായി. അത് നിങ്ങൾ മനസ്സിലായി. നിങ്ങൾ ഇപ്പം വിളിച്ചോ, ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ ഇപ്പം വിളിച്ചാൽ നിങ്ങൾക്ക് ആ ധർമ്മടം പോലീസ് സ്റ്റേഷൻ SI പറയും കണ്ണൂർ ജില്ലക്കകത്ത് ഇത്ര സമാധാനപരമായി ജീവിക്കുന്ന ഒരു സ്ഥലവും ഉണ്ടാവില്ലെന്ന്. ഐക്യത്തിന്റെ മൂർത്തീകരണ പിണറായി പഞ്ചായത്തിലെ ജനങ്ങൾ. കൃഷിയുടെ മേഖലയിൽ നടത്തിയിരിക്കുന്ന ഏറ്റവും വലിയ നേട്ടമായി എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 600 ഏക്കറോളം സ്ഥലത്ത് ഉപ്പുവെള്ളം കയറുന്നത് മാറ്റി അവിടെ നെൽകൃഷി യോഗ്യമാണ്. അതൊരു വലിയ നേട്ടം തന്നെയാണ്. എനിക്കറിയേണ്ടത് തന്മൂലം എത്ര അധികം നെല്ല് അവിടെ ഉണ്ടായി. അവിടെ പിന്നെ ഈ 600 ഏക്കർ കൃഷിയുടെ ഭാഗമായിക്കൊണ്ട് ഏകദേശം 3 ക്വിന്റലിന് മേലെ അവിടെ കൃഷി ഓഫീസർ വന്നിട്ടുണ്ടോ? ശരിക്കും ഒരു ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള അബദ്ധമാണ്. തിട്ടപ്പെടുത്തി രേഖപ്പെടുത്തി തരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത് തിട്ടപ്പെടുത്തണം. കാരണം അതിന് എത്ര രൂപ നമ്മൾ ചെലവാക്കി, കൃഷിക്കാർക്ക് ഇപ്പൊ എത്ര രൂപ ചെലവാകുന്നുണ്ട്, എത്ര രൂപ അവർക്ക് അധികം കിട്ടി. ഇതാണ് നമ്മുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും ആണിക്കല്ലായ സാധനം. പിന്നെ രണ്ടാമത് എന്നെ വളരെയധികം ആകർഷിച്ച ഒരു കാര്യം, നിങ്ങൾ ഈ കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കുന്നതാണ്. അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായം കിട്ടുന്നുണ്ടോ?
ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് ഈ കണ്ടൽക്കാടുകളെല്ലാം സംരക്ഷിക്കുകയും അത് വികസിപ്പിക്കുകയും ചെയ്യുന്നത്. അതിനെന്തെങ്കിലും ഒരു അതിനൊരു ആസൂത്രിത പദ്ധതി ഉണ്ടോ? കാരണം 3 വർഷവും ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമമായതുകൊണ്ട് കണ്ടൽക്കാട് കൂടുതൽ വെച്ചുപിടിപ്പിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതിലൊരു പദ്ധതി എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് വിദഗ്ധന്മാരുണ്ട്. കണ്ടൽക്കാട് ഒരു അടുത്ത 5 വർഷം കൊണ്ട് എത്ര സ്ഥലത്ത് വികസിപ്പിക്കാൻ സാധിക്കും? അതിന് ഉള്ള ചെടികള് നമ്മളിപ്പോൾ നട്ടിരിക്കുന്ന ചെടികൾക്ക് അല്ലാതെ വേറെയും പല ചെടികളും ഉണ്ട് ഇതിൽ. അതെല്ലാം അതിന് പോണ്ടിച്ചേരിയിലും മറ്റും സ്വാമിനാഥൻ ഫൗണ്ടേഷൻ എല്ലാം വളരെ നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഗവേഷണ കേന്ദ്രം ഇതിപ്പോ കണ്ണൂരിൽ തന്നെയുള്ള അഗ്രികൾച്ചർ കോളേജുമായിട്ട് ചേർന്നിട്ട് നിങ്ങൾ ചെയ്യാൻ സന്നദ്ധത ഉണ്ടോ? ആയിക്കോട്ടെ സാർ, അങ്ങനെ ചെയ്യണം. ഇടപെട്ടിട്ട് എന്താ ചെയ്യാൻ പറ്റുക? അവിടെ ജാഗ്രത സമിതി ഉണ്ടോ? ഉണ്ട്. എന്തെങ്കിലും കേസുകൾ വരാറുണ്ടോ? ആടിയാ പ്രശ്നം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നേരത്തെ പറഞ്ഞ പോയിന്റ് അതുകൊണ്ടാ ചോദിച്ചത്. 35 അംഗൻവാടി ഉണ്ട് നമ്മളെ പഞ്ചായത്തിന്. ഈ 35 അംഗൻവാടിക്ക് പരാതിപ്പെട്ടി വെച്ചു. എന്റെ മേഡം, ഒന്നെങ്കിലും നമ്മളെ പഞ്ചായത്തിന് ഒരു പരാതിപ്പെട്ടി ഉള്ള ഗ്രാമസഭക്ക് ഏകദേശം 200-250 ആള്, ശരാശരി 300ഓളം ആള് പങ്കെടുക്കുന്ന പഞ്ചായത്താണ്. ഒരു പരാതി ഇന്ന് വരെ കിട്ടാത്ത പഞ്ചായത്ത്. അതാ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ധർമ്മട സ്റ്റേഷനിൽ ചോദിച്ചാൽ അറിയാം ഒരു പരാതി. ഇതിനിടെ ധർമ്മട സ്റ്റേഷനിൽ എന്നെ വിളിച്ചപ്പോ ചോദിച്ചു. അത് സ്ത്രീകൾ കൂടുതലുള്ള പഞ്ചായത്ത് അല്ല? സ്ത്രീകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് പരാതികളും പ്രശ്നങ്ങളും കുറവ്. അതൊന്നുമല്ല. അതാണ് ഞാൻ മേഡം നേരത്തെ പറഞ്ഞത്, നമ്മളെ ഐക്യമാണ്. ഐക്യത്തിന് പല അർത്ഥമാണ്. പരാതി ഉണ്ടെങ്കിൽ പുറത്ത് പറയാതിരിക്കുക എന്നുള്ളത് ഒരു ഐക്യമാണ് അല്ലേ? ഇതില് ഈ നിങ്ങളിപ്പം വിവാഹം നടത്തുന്നതില് വിധവകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഈ സെപ്പറേറ്റഡ് ആയിട്ടോ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ പ്രോജക്റ്റിലെ അന്തസത്ത. അന്നേരം ഇപ്പൊ കുട്ടികളുള്ള സ്ത്രീകളാണെങ്കിലോ അങ്ങനെ തയ്യാറാകാൻ പുരുഷന്മാർ കുട്ടികൾ ഉണ്ടായാലും കഴിക്കാൻ തയ്യാറായ നമ്മള് അങ്ങനെ വന്നിട്ടുണ്ടോ? അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. ഈ പുരുഷന്മാര് ഇവര് കണ്ടെത്തപ്പം പഞ്ചായത്തിന് എന്തെങ്കിലും ചുമതലയുണ്ടോ? പുരുഷന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുക എന്നുള്ള പ്രശ്നം ഇതിലുണ്ട്. കാസർഗോഡ് നിന്ന് അന്വേഷിച്ചു വന്നു. ഒരു LIC ഉദ്യോഗസ്ഥനാണ്. അന്വേഷിച്ച് വന്നപ്പോ നമുക്ക് പോയി അന്വേഷിക്കാനുള്ള ഒരു പ്രയാസവും. നമ്മളെല്ലാം പല പ്രവർത്തനമായിട്ട് നടക്കുന്ന ആളാണല്ലോ. അങ്ങനെയെല്ലാം കൂടി അന്വേഷിച്ചപ്പോ നമുക്ക് അതത്ര ഗുണമില്ലാന്ന് തോന്നിയപ്പോ നമ്മൾ വേണ്ടാന്ന് വെച്ചു. നമ്മളെല്ലാം പെണ്ണിന്റെ ആളോട് പറഞ്ഞപ്പോ നമ്മൾ വേണ്ടാന്ന് വെച്ചു. ഗുണമില്ലാന്ന് തോന്നിയപ്പോ അങ്ങനെ പഞ്ചായത്ത് അന്വേഷിക്കുന്നുണ്ട്. അത് പഞ്ചായത്തിനൊരു ചുമതലയുണ്ട്, വലിയ ചുമതലയാ. അത് ഒരു പ്രശ്നം വന്നാൽ പഞ്ചായത്തിനൊരു വലിയ ചുമതലയാ. അതുകൊണ്ട് വലിയ ചുമതലയാണ് പഞ്ചായത്ത്. ഒരു ഗൃഹസ്ഥന്റെ, അതായത് ഒരു പിതാവിന്റെ ചുമതലയാ പഞ്ചായത്ത് വഹിക്കുന്നത്. കലാ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ക്ലബ്ബുകളും വായനശാലയുണ്ട്. മാത്രമല്ല മറ്റൊരു നമ്മുടെ സമൂഹത്തിന് വല്ലാതെ രീതിയിൽ ബാധിച്ചുകൊണ്ടിരുന്ന പ്രശ്നമായിരുന്നു മദ്യം. അതിനെന്താ നമ്മൾ ചെയ്തതെന്ന്, നമ്മുടെ നാടിന്റെ നന്മകൾ കാത്തു സൂക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി. അങ്ങനെ ആ പ്രൊജക്റ്റിലൂടെ നമ്മൾ കണ്ടെത്തിയത് ഈ കല്യാണവേളകളിലും അതോടൊപ്പം തന്നെ മറ്റുള്ള ആഘോഷ ചടങ്ങുകളിൽ മദ്യം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് വന്നു. അതിനെതിരായി നല്ല നിലയിലെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് ഇന്ന് അതില്ല എന്ന് തന്നെ പറയാം. ഈ തെയ്യം കലാകാരന്മാരെ സഹായിക്കാനായിട്ട് അവർക്ക് തെയ്യത്തിലുള്ള പരിശീലനം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല മുഖത്തെഴുത്ത് പരിശീലനം വളർന്നു വരുന്ന മക്കൾക്ക് 3 കൊല്ലമായി തുടർച്ചയായി നമ്മൾ കൊടുക്കുകയാണ്. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ കല നമ്മളെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടരുത് എന്നതിന്റെ ഭാഗമായിക്കൊണ്ട് തുടർച്ചയായി പരിശീലനം കൊടുക്കുന്നു. മാത്രമല്ല ഇത്തവണ അവർക്ക് ആടയാഭരണങ്ങൾ വാങ്ങാനും കൂടിയുള്ള സംവിധാനം പ്രോജക്റ്റിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും ഇനി നമ്മുടെ ജഡ്ജസ് പിണറായി ഗ്രാമപഞ്ചായത്തിന് എത്ര മാർക്കാണ് കൊടുക്കാൻ പോകുന്നതെന്ന് അറിയാം. RVG മാഷെ, പ്രസിഡന്റ് പ്രതിനിധീകരിക്കുന്ന പരമ്പരാഗത നന്മയ്ക്ക്, ലാളിത്യത്തിനും ആർജവത്തിനും ഒരു എക്സ്ട്രാ അരമാർക്ക് കൂടി ചേർത്ത് 15-ൽ 12, 15-ൽ 11.5, 10-ൽ 8, 10-ൽ 7. പിണറായി ഗ്രാമപഞ്ചായത്തിന് 60-ൽ 46 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. പിണറായി ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികളും പ്രവർത്തനങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് GKE PNRI 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. കാണുന്നില്ലൊരക്ഷരവും എന്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ, എന്റെ വംശത്തിൻ ചരിത്രം എഴുതിയിടാൻ പണ്ട് ഉർവിയിൽ ആരുമില്ലാതെ പോയല്ലോ. സാമൂഹ്യ പരിഷ്കർത്താവ് പൊയ്കയിൽ യോഹനാന്റെ വരികളാണിത്.
ടെലിവിഷനിലൂടെ പഞ്ചായത്തുകളുടെ ചരിത്രം എഴുതുകയാണ് ഗ്രീൻ കേരള എക്സ്പ്രസ്. ഒപ്പം രേഖകളില്ലാതെ പോയ കുറെ ജീവിതങ്ങളുടെയും. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഇന്നത്തെ യാത്ര അവസാനിക്കുകയാണ്. മറ്റൊരു വികസന കാഴ്ചയുമായി വീണ്ടും നാളെ. നന്ദി, നമസ്കാരം.